അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ ഒരു വൈറ്റ് കുറുമയാണ് കേട്ടോ. നല്ല അപ്പത്തിനും നൂൽപുട്ടിനും പത്തിരിക്കും നെയ്ച്ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുറുമയാണത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കഷ്ണം ഏലക്ക, 4 കരയാമ്പൂ, 2 പട്ട, ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ഒരെണ്ണം പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് അതൊന്നും ഇട്ടിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സവാള ചെറുതായി ഒന്ന് വഴന്ന് വന്നാൽ മതി. വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു പിടി ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്, അരിഞ്ഞു പോകേണ്ട, ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും ഒരു അരഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും പിന്നെ 4 പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. അതും ചതഞ്ഞെടുത്താൽ മതി, അരഞ്ഞു പോകണ്ട. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റുക. അതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 300 ഗ്രാം ചിക്കനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ചിക്കൻ്റെ പീസസ് ആവശ്യമില്ല. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത ചിക്കനാണ്. പിന്നെ ഒരു ചെറിയ പൊട്ടറ്റോ കൂടി ഇട്ടിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2ാം പാലിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ. അപ്പോൾ എരിവിന് നമ്മൾ പച്ചമുളകും ഈ പെപ്പറും മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. അതിലേക്ക് 1 കപ്പ് 2ാം പാൽ ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തേങ്ങയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതൊന്ന് കുറച്ച് തിന്നാക്കി എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, വേവിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കുക. ചിക്കനൊന്ന് നന്നായി ഒന്ന് വെന്ത് പൊട്ടറ്റോ ഒക്കെ വെന്ത് ഒന്നുടഞ്ഞ് കിട്ടുന്ന ചെറിയ രീതിയിലൊന്ന് ഉടയുന്ന കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കനും പൊട്ടറ്റോ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കാഷ്നട്ടിൻ്റെ പേസ്റ്റ്, ഒരു 8 കാഷ്നട്ട് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഞാനൊന്ന് നല്ല തിക്ക് പേസ്റ്റാക്കി എടുത്തതാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. നന്നായി ഒന്ന് മൂടി വെച്ച് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിൽ ഉപ്പ് ഇത്തിരി കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഈ ചിക്കനിൽ ഈ കാഷ്നട്ടിൻ്റെ ഇതൊക്കെ ഒന്ന് പിടിക്കുന്നവരൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് 1ാം പാൽ, ഒരു 1/4 കപ്പ് 1ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കാഷ്നട്ട് പേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി ആവും കേട്ടോ. അപ്പം നമുക്ക് 1ാം പാൽ ഒരു 1/4 കപ്പ് കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. അധികം നേരമായിട്ട് തിളപ്പിക്കേണ്ട, അതെടുത്തിട്ട് വേണ്ടത്. ഇപ്പം തന്നെ നല്ലൊരു തിക്കാണ്. നിങ്ങൾക്ക് ഇനി ചൂടാറുന്നതനുസരിച്ച് തിക്ക് കൂടും. അപ്പം നിങ്ങൾക്ക് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ വെള്ളമൊഴിച്ച് ലൂസാക്കി എടുക്കുക, ചൂടുവെള്ളം ഒഴിച്ചിട്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനേഗറും കൂടി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. മല്ലിയില കുറച്ച് അധികം ഇടാം കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇതിൽ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് നമുക്കിത് എടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് കുറച്ചും കൂടിയും ടേസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഒന്ന് മൊരിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മൊരിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ ഒഴിച്ച് ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ ഒഴിച്ചൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ്, വളരെ എളുപ്പമാണ് ചെയ്യാനും, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്